ഇവനൊന്നും എത്ര വന്നാലും പഠിക്കത്തില്ല. കുറെ അവന്മാരോട് നിൽക്കുന്നുണ്ടോ, ഇവന്റെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പ് നടത്തി കുറെ അവളുമാരും അവന്മാരോടെ ചേർന്ന് ഈ ചെറുപ്പക്കാരുടെ നിന്ന് പൈസ തട്ടിയെടുത്ത് കൊണ്ടുപോയി. തട്ടിപ്പ്. എന്റെ എത്ര ലക്ഷം രൂപ പോയി? 2,35,000. ആ കമ്പനി എവിടെ? ദുബായ്. കമ്പനിയുടെ പേര് ലിനാക് മൈഗ്രേഷൻ സർവീസ്. എന്റെ പേര് ജിതിൻ എന്നാണ്. എന്റെ കയ്യിൽ നിന്ന് പോയത് 2,35,000 രൂപയാണ് പോയത്. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ലിനാക് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞ കമ്പനി. സെയിം കമ്പനി തന്നെ. സെയിം കമ്പനി തന്നെയാണ്. പേര് അമൽ. 1.5 രൂപയാണ് പോയത്. ദുബായ് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയായിരുന്നു ലിനാക് മൈഗ്രേഷൻ. അപ്പം അവര് 6 മാസത്തിനുള്ളിൽ തന്നെ വിസ തരാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. വിസയും വന്നിട്ടില്ല, ഇതുവരെ വർക്ക് പെർമിറ്റും വന്നിട്ടില്ല. കാലാവധി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റീഫണ്ട് ചോദിക്കുമ്പോഴത്തേക്കും അവർ പ്രോപ്പറായിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, അപ്പോൾ 1.5 വർഷമൊക്കെ ആവും. നമുക്കത് അറിയേണ്ട കാര്യമില്ല. പോളിസി പ്രകാരം നമുക്ക് റീഫണ്ട് തരണം. കാലാവധി ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ദുബായ് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഓൺലൈനാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോട്ടയം ഈസിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇങ്ങനെ പെട്ട് കിടക്കുന്നവർ. അതുപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഇപ്പോഴും ആടിട്ടുകൊണ്ടിരിക്കുകയാണ്. പല കൺട്രിയിലോട്ട് വിടാം എന്ന് വാഗ്ദാനങ്ങൾ, ഹൈ സാലറി ഒക്കെ ഓഫർ ചെയ്താണ് ഇപ്പോഴും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ഇന്ന് പൈസ മേടിച്ചെടുത്താൽ അവന്റെ ഫോട്ടോ എങ്ങനെ ഉണ്ടോ? അവന്റെ അതൊന്ന് കാണിക്കാവോ? ഞങ്ങളെ മേടിച്ച് പറ്റിച്ചത് വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്തതും. ഇവനാണ് നിങ്ങളെ മേടിച്ച് പറ്റിച്ചേക്കുന്നത്. ഇവന്റെ സ്ഥലം എവിടെ അറിയോ? കൊല്ലം റീജിയൻ കണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ പൊട്ടരാക്കി. നിങ്ങളെ മാത്രമല്ല ഒരുപാട് പേരില്ലേ? അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പം ഇതേപോലെ പെട്ട് നിൽക്കുന്നവരുണ്ട്. 1.5 വർഷമായവരുണ്ട്, അല്ലെങ്കിൽ 6 മാസമായവരുണ്ട്, 8 മാസമായവരുണ്ട്. ഇപ്പം വേറെ കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്റെ ഒരു ദുബായിലുള്ള ഫ്രണ്ടിനെ വിട്ട് അന്വേഷിച്ചിട്ടാണ് ഈ ലിനാക്കിന് ഞാൻ ഫണ്ട് കൊടുത്തത്. എന്നെ ആദ്യം കൺസൾട്ട് ചെയ്ത ഋഷാഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആൾ പറഞ്ഞു വിത്തിൻ 4 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് പെർമിറ്റും വിസയും കിട്ടുമെന്ന് പറഞ്ഞു. കൊടുത്തിട്ട് ഇപ്പം ഏകദേശം 9 months ആയി. ഇതുവരെ ഒരു വിവരമില്ല, ഒന്നുമില്ല. മെയിൽ അയച്ചാൽ റെസ്പോൺസ് ഇല്ല, വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് വിളിച്ച് ശൈല്യം ചെയ്യുമ്പോൾ ഇവർ ഭയങ്കര അറഗന്റ് ആയിട്ടാണ് അവരുടെ സംസാരം. ഫണ്ട് മേടിച്ചപ്പോൾ ഉള്ള ഒരു സംസാര രീതി അല്ല ഇപ്പൊ. അതുപോലെ തന്നെ ഇവരുടെ ഫേസ് ബ്ലർ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കമ്പനിയിൽ നിന്ന് വളരെ രൂക്ഷമായ രീതിയിൽ ഭീഷണിയും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ഇവരുടെ ഫേസ് ബ്ലർ ചെയ്യാൻ കാര്യം.